കണ്ണൂർ പുതിയങ്ങാടി ചുട്ടാട് കടലിൽ തോണി മറിഞ്ഞ അസം സ്വദേശിയായ മത്സ്യത്തൊഴിലാളി മരിച്ചു. റിയാജുൽ ഇസ്ലാമാണ് മരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ചുട്ടാട് അഴിമുഖത്ത് ബോട്ട് അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നുമാണ് ആക്ഷേപം. അപകടം ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. എവിടെയാ മണ്ണ് ഇടേണ്ട നീക്കം ചെയ്ത് ഇത് ഡംപ് ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തില്ല. പിന്നെ നിങ്ങൾ ഇപ്പം കണ്ടെത്തിയോ? തുടർച്ചയായ അപകടങ്ങൾ, മരണങ്ങൾ. പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖം അപകടക്കിണിയായി മാറുകയാണ്. ഒരാഴ്ചക്കിടെ ബോട്ടുകൾ അപകടത്തിൽപ്പെട്ട് 3 മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ മരിച്ചത്. ഇന്ന് രാവിലെയുണ്ടായ അപകടത്തിൽ ആസാം സ്വദേശിയായ തൊഴിലാളി മരിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയത്. പുതിയങ്ങാടിയിലെ ഫിഷറീസ് ഓഫീസ് ഇവർ ഉപരോധിക്കുകയും ചെയ്തു. പുലിമുട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അതുകൊണ്ടാണ് അഴിമുഖത്ത് മണൽ നിറയുന്നതെന്നും അപകടമുണ്ടാകുന്നതെന്നുമാണ് ഇവരുടെ ആരോപണം. മാസങ്ങളായിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു. ഇതിപ്പോൾ വർഷങ്ങൾ ഈ പുലിമുട്ട് വർക്ക് തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്ന സമയം മുതൽ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും നിരന്തരം പറയുന്നതാണ് പുലിമുട്ടിന്റെ നിർമ്മാണത്തിൽ അപാകത ഉണ്ട്, അത് അശാസ്ത്രീയമായിട്ടാണ് തുടരുന്നത്, അത് പുനഃപരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോലും സർക്കാർ അത് ചെവി കൊണ്ടിട്ടില്ല. മിനിഞ്ഞാന്ന് 2 മരണങ്ങൾ സംഭവിച്ചു. അതിൽ ഒരു ബോഡി കിട്ടിയത് 4 ദിവസത്തിന് ശേഷമാണ്. ഇന്ന് രാവിലെ 3 ഫൈബറുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതിലൊരു അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു. എന്നിട്ടും ജില്ലാ കലക്ടറോ DDO ബന്ധപ്പെട്ട ഹാർബറിന്റെ ഉദ്യോഗസ്ഥന്മാരോ ആരും ഇവിടെ വന്നിട്ടില്ല. ഡ്രഡ്ജിങ്ങിന്റെ വർക്ക് 2 ആഴ്ചക്കകം പൂർത്തീകരിക്കുമെന്നാണ് കലക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ പുസ്തകത്തിലെ നിയമം നോക്കിയിട്ട് 2 ആഴ്ചക്കകം അങ്ങോട്ട് കൊണ്ടുപോകല്ലോ ഉണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാനാണ് സർക്കാരുള്ളത്. ആ സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഇന്നിവിടെ തുടരുക തന്നെ ചെയ്യും. ഈ വ്യക്തിയുടെ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ആ ബോഡി കിട്ടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് KSTP റോഡ് ഉപരോധിക്കുകയും ചെയ്യും. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഡ്രഡ്ജിങ്ങിന്റെ പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് കയറ്റുക പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. പുലിമുട്ട് നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണ്. അവിടെ മണത്തിട്ട കൂന കൂടിയിട്ട് കുറേ നാളുകളായിട്ട് ഇവിടെ പരാതികൾ കൊടുത്തിട്ട് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 1 മാസങ്ങളായി. ഇതുവരെ ഒന്നും അതിനെ പറ്റി നടപടി ഉണ്ടായിട്ടില്ല. 3 പേര് മരണപ്പെട്ടു. അപ്പോൾ അധികൃതർ പറയേണ്ടതാണ് എന്തുകൊണ്ടാണെന്നില്ല. നമ്മൾ നിയമപരമായിട്ട് എല്ലാ നടപടികളും ഉണ്ട്. ഇവിടെ അധികൃതർ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി രാവിലെ മുതൽ ഇത്രയും സമയമായി, ഇതുവരെ എത്തിയിട്ടില്ല. ചർച്ചകൾ നടത്തിയിട്ടും പ്രശ്നത്തിൽ കൃത്യമായ ഉറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധം തുടരാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ജനം, കണ്ണൂർ.